നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം കൃഷ്ണേന്ദു. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. നമ്മളൊക്കെ വിചാരിച്ചു എന്താ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇങ്ങനെ പറന്നിങ്ങനെ ഉയരും, പുതിയൊരു ഗാസയൊക്കെ കാണാമെന്ന്. പക്ഷേ ഒരു തരത്തിലും ഹമാസ് അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് നിലവിൽ വരുന്ന വാർത്തകളും സൂചനകളും ഒക്കെ. ഹമാസ് ഇന്നലെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. ഇതിപ്പോൾ നെതന്യാഹുവിനെ കട്ടക്കലിപ്പിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. ഒരു തരത്തിൽ ഇനി പിന്നോട്ടില്ല. ഹമാസിനെ മുച്ചൂട് തകർക്കണമെന്ന് പറഞ്ഞാൽ നെതന്യാഹുവാണ് ട്രംപിന്റെ വാക്കും കേട്ടുകൊണ്ട് ഈ ഒരു വെടിനിർത്തൽ കരാറും മറ്റ് 20 ദിന പദ്ധതികളും ഒക്കെ ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഇസ്രായേലിന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുവാണോ? ഇനി ട്രംപ് ഇപ്പോൾ ഇപ്പൊ നിലവിൽ വന്ന ഒരു വാർത്തയെന്ന് പറയുന്നത്, ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത്തരത്തിലൊരു ഹമാസ് ഒരു അന്തരീക്ഷം, ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഇത്തരത്തിലുള്ള വെടിയുതിർക്കുകയാണെങ്കിൽ മുച്ചൂട് തീർത്തേക്കാൻ, ഇനി ഒന്നും തന്നെ നോക്കണ്ട, നിങ്ങൾ തീർത്തേക്കാനുള്ള ഒരു ഗ്യാരണ്ടി അമേരിക്ക കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ മറ്റൊരു വാർത്തയും കൂടെ അറിഞ്ഞു, പാകിസ്ഥാൻ സേനയെ ഗാസയിലേക്ക് ഇറക്കുന്നു എന്നുള്ളത്. അതിൻ്റെ നേരത്തെ ഈജിപ്തിൽ വെച്ച് നേരത്തെ ചർച്ചകളൊക്കെ കഴിഞ്ഞു. പാകിസ്ഥാൻ സേനയെ ഇറക്കുന്നത് എന്തിനാണ്? ഇനി പരസ്പരം ഹമാസ് ഇവരും രണ്ടും ഒരേ ടൈപ്പ് ആണല്ലോ, തമ്മിലടിച്ച് അങ്ങ് തകർന്നോട്ടെ എന്നുള്ളൊരു ചിന്തയിലാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇസ്രായേലുമായിട്ട് ആദ്യമായിട്ടാണ് പരോക്ഷമായിട്ടൊരു ഇടപാട് പാകിസ്ഥാൻ നടത്തുന്നത്. ഇത് ഏത് തരത്തിലാവും? പാകിസ്ഥാൻ സേനയെ അത്ര വില കൽപ്പിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബലം എന്താണ്, ഊർജ്ജം എന്താണെന്ന്. പക്ഷെ എനിക്ക് തോന്നിയത് പരസ്പരം ഒരു തമ്മിലടിപ്പിച്ച് പോര് നടത്തി അങ്ങ് അവിടെ കൊണ്ട് എല്ലാം അങ്ങ് തീരട്ടെ എന്ന് കരുതിയാണോ? എന്തായാലും വീണ്ടും ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് ഗാസ പോകുന്നത്. നെതന്യാഹു ഇനി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. വീണ്ടും യുദ്ധമാകുമോ? അതെ, പശ്ചിമേഷ്യ എന്തായാലും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഒക്ടോബർ ഒരു തുടക്കത്തിലാണ് ഒരു സമാധാന കരാറൊക്കെ ട്രംപും നെതന്യാഹു ഒക്കെ സംസാരിച്ച് ഈ ഹമാസ് നേതാക്കളെയൊക്കെ തന്നെ ഒന്ന് അനുനയിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു ഉത്തരം, അല്ലെങ്കിൽ ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിച്ചത്. പൂർണ്ണമായിട്ടും നമ്മളന്ന് പറഞ്ഞിരുന്നു, ഇപ്പോഴും പൂർണ്ണമായി യുദ്ധം നിൽക്കുമോ എന്നൊരു ചോദ്യം ഇപ്പോഴും അതിങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇന്നലെയൊക്കെ ഈ 24 മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഗാസയിലോട്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇസ്രായേലിന്റെ ഭാഗം ഇസ്രായേൽ ന്യായീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഇപ്പോഴും നിരായുധീകരണമായിരുന്നു നമ്മൾ ഈ കരാറിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്. അതിപ്പോഴും അവിടെ നിലവിൽ വന്നിട്ടില്ല. ഈ ഹമാസിന്റെ കയ്യിൽ ഇപ്പോഴും ആയുധങ്ങൾ ധാരാളമുണ്ട്. ഏതായാലും ഈ ഇസ്രായേലിലെ സേന, ഈ ഒരു IDF സേന പോകുന്നതിനിടയിലാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായത്. എന്നിട്ട് അതിലൊരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളില്ല. പക്ഷേ ഒരു സൈനികൻ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടു. പിന്നാലെയാണ് ഇസ്രായേൽ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഗാസയിലെ ഈ മേഖലയിലേക്ക് തിരിച്ചടിക്കുകയും ഏകദേശം 32 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. കാരണം ഈ ഒരു സമാധാന കരാറൊക്കെ വന്നപ്പോൾ പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള അഭയാർത്ഥികളൊക്കെ തിരിച്ച് വരികയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 32 ആളുകളിൽ ഭീകരരുണ്ടോ അതോ ഇനി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല. ഒപ്പം തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, സൈനികർക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കാം. ഇപ്പോൾ ഈ ഒരു ആക്രമണം നടത്തിയപ്പോഴും ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ട്രംപിനെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ സൈനികരുടെ ഭാഗത്തേക്ക്, സൈനികരുടെ ജീവൻ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കാം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ സമാധാന കരാറിനെ അപ്പോൾ ഇത് ബാധിക്കില്ലെന്ന്. പക്ഷെ ട്രംപ് അപ്പോഴും പറയുന്നുണ്ട്, യാതൊരു തരത്തിലും ഈ സമാധാന കരാർ അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം അത് ഈ പറഞ്ഞ പോലെ ട്രംപിന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണല്ലോ. കാരണം ട്രംപാണ് ഈ 20 ദിന പദ്ധതി കൊണ്ടുവന്നത്. പക്ഷെ അത് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇവിടെ ഇസ്രായേൽ അടിക്കാനുള്ള ഒരു സൂചന, അല്ലെങ്കിൽ ഒരു വടി ഒപ്പം തന്നെ ട്രംപ് കൊടുക്കുകയാണ്. അതാണ് മനസ്സിലാകാത്തത്. മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബന്ദികളുടെ കൈമാറ്റം, അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ, ബന്ദികളാക്കപ്പെട്ടിട്ട് അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള മൃതദേഹങ്ങൾ ഇനിയും പൂർണ്ണമായിട്ട് അതെല്ലാം തന്നെ ഇസ്രായേലിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നത്, ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ള ഒരു മൃതദേഹത്തിന്റെ പകുതി അവശിഷ്ടമാണ് കൊടുത്തിരിക്കുന്നത്. അത് മുൻപ് ഇതുപോലെ അന്ന് ഒരു തവണ സമാധാന കരാർ, ഒരു വെടിനിർത്തൽ വന്നപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടമാണെന്ന്. അതായത് പറ്റിക്കുകയാണ് ഹമാസ് ചെയ്യുന്നത്. ഇനിയും അവരുടെ തടങ്കലിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ മുൻപ് അവിടെ
കൊടുത്തിട്ടുള്ള ഒരു ബന്ദിയുടെ പകുതി അവശിഷ്ടമാണ്, ശരീരാവശിഷ്ടമാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ഇസ്രായേലിനുള്ളിൽ നെതന്യാഹുവിന് ഒരു ആശങ്ക. അവരുടെ രാജ്യത്ത് ജനങ്ങൾ ഇപ്പോഴും അവരുടെ തടവിലാക്കപ്പെട്ട ആളുകളുടെ ശരീരം കാത്തിരിക്കുകയാണ്. അവരെ ജീവനോടെ കിട്ടിയിട്ടില്ല. അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ നെതന്യാഹു ഇപ്പൊ ഇന്നൊരു ബന്ദിയുടെ മൃതദേഹം വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞെടുത്താണ് അത് ഇനിയിപ്പോ വിട്ടുകൊടുക്കാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിൽ ഹമാസ് പറഞ്ഞിരിക്കുകയാണ്. കാരണം തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ ഹമാസിന് ഭയമുണ്ട്. എന്നാൽ നിലവിലുള്ള മിച്ചമുള്ള മൃതദേഹങ്ങൾ വെച്ച് ഒരുപക്ഷെ വിലപേശുകയായിരിക്കാം. പക്ഷെ അത് എത്രമാത്രം നെതന്യാഹു ഇനി അതിൽ നിലനിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിച്ചോളാൻ തന്നെയാണ്. പക്ഷെ വീണ്ടും ഒരു സംഘർഷാവസ്ഥയില്ല. കാരണം തിരിച്ചടിക്കുക എന്നുള്ളത് ഇപ്പൊ കൃഷ്ണേത് പറഞ്ഞതുപോലെ അത് കണ്ടിന്യൂസ് യുദ്ധമല്ല. ഇപ്പൊ ഇങ്ങോട്ട് ഇസ്രായേൽ സൈന്യത്തിന് കിട്ടിയതുപോലെ തന്നെ തിരിച്ചതുപോലെ കൊടുക്കുക, അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഒരു നിരന്തരമായിട്ടുള്ള ഒരു വെടി ഉതിർക്കുകയോ അല്ലെങ്കിൽ ബോംബ് വർഷിക്കുകയോ അങ്ങനെയുള്ള രീതിയിലല്ല. ഇങ്ങോട്ട് സൈന്യത്തിനെ അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക. പക്ഷെ ഇവിടെ പിന്നീടും നമുക്ക് പ്രശ്നം ഇസ്രായേലിനോട് അത്ര നല്ല ഇതിലല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ സൈന്യത്തെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈജിപ്തിൽ നടന്ന മൊസാദുമായിട്ട് നടന്ന ചർച്ചയൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പൊ ഈ പറയുന്നത് പോലെ വീണ്ടും ഈ ഗാസയിലേക്ക് പാകിസ്ഥാൻ സൈന്യം എത്തുമ്പോൾ അത് ഇസ്രായേൽ സേനയ്ക്കും അതേപോലെ ഇസ്രായേലിനും വീണ്ടും ഒരു ബാധ്യത തന്നെയല്ലേ. ഇപ്പൊ ഹമാസിനെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുക. ഈ ചെല്ലുന്ന ആൾക്കാരും അത്ര വലിയ പുള്ളികളൊന്നും അല്ല. അപ്പൊ ഇത് ഹമാസും പാകിസ്ഥാൻ സേനയും കൂടെ ചേർന്നുകൂടാ എന്നുള്ളൊരു നിലയിലുമല്ല. പക്ഷെ അത് എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇത്രമാത്രം പാകിസ്ഥാനെ വിശ്വസിക്കുന്നത്? അതെ, ഇതിൽ പറയുന്നുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ 20,000-ഓളം സൈനികരെയാണ് ഗാസയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഒപ്പം തന്നെ ചുമ്മാതല്ല, ഈ പറഞ്ഞ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ധനസഹായമോ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും ഒരു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ സൈനികർ വരുന്നതിന് ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും അവരൊക്കെ ഖത്തർ എതിർക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ചില അറബ് രാജ്യങ്ങൾ ഇതിനെതിരെ. കാരണം ഇതിപ്പോൾ ഇങ്ങോട്ട് ഈ ചേച്ചി പറഞ്ഞ പോലെ പാകിസ്ഥാനും കൂടി അവരുടെ സൈനികർ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് അറിയില്ല. കാരണം നമുക്കിനി ഇവിടെ വീണ്ടും ഒരു യുദ്ധമല്ലല്ലോ വേണ്ടത്, ഒരു സമാധാനമാണല്ലോ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഈ സൈനികരെ 20,000-ഓളം സൈനികരെ ഇവിടെ ഇറക്കുന്നത് എന്നാണ് മനസ്സിലാകാൻ സാധിക്കാത്തത്. ഇത് ഒരുപക്ഷെ നമുക്ക് രണ്ട് തരത്തിൽ ഇത് ചർച്ച ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ നമുക്കറിയാലോ ഈ അവനവന്റെ ഇത് രക്തത്തെ തിരിച്ചറിയാൻ അവനവനെ പറ്റത്തോളെന്ന് പണ്ട് പറയുമല്ലോ. അപ്പൊ ശരിക്കും ഈ പാകിസ്ഥാൻ സൈനികർ എന്ന് പറയുന്നത് സൈന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ കൂടുതലും ഭീകരവാദിയാണ്. ഇപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇവരെ എങ്ങനെ നേരിടണം, എവിടെയാണ് ഇവരുടെ വീക്ക് പോയിന്റുകൾ, എവിടെയാണ് ഇവരെ തളർത്തേണ്ടതെന്നുള്ള ഒരുപക്ഷെ മൊസാദിനേക്കാളും ഇസ്രായേൽ സേനയെക്കാളും ഒക്കെ ഒരുപക്ഷെ പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ട്രംപ് ഒന്നുമില്ലാതെ പാകിസ്ഥാൻ സൈന്യത്തെ ഇറക്കാൻ സാധ്യതയില്ല. കാരണം ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സൈന്യത്തെ ഇറക്കിക്കൊണ്ട് ഹമാസിന് മൊത്തത്തിൽ മുച്ചൂട് തീർത്തുകൊണ്ട് ഒരു പുതിയ ഗാസ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കാം. ഗാസ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സൈന്യം വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ ഹമാസിനെ അങ്ങ് മുച്ചൂട് അങ്ങ് തീർത്തു കഴിഞ്ഞാൽ ശല്യം അങ്ങ് ഒഴിവാകുമല്ലോ എന്നുള്ള ധാരണയായിരിക്കാം ഒരുപക്ഷെ വീണ്ടും പാകിസ്ഥാൻ സൈന്യത്തെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇനി അതല്ല മറ്റൊരു തരത്തിൽ തോന്നിയാൽ ട്രംപിന് ഒരുപക്ഷെ പാകിസ്ഥാനെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ട്രംപ് അത്ര വലിയ മന്ദബുദ്ധി എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല ബുദ്ധിമാനായ ബുദ്ധിരാക്ഷസൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ബുദ്ധിരാക്ഷസന് എവിടെയോ ഒരു പാകപ്പിഴ ഒരുപക്ഷെ പാകിസ്ഥാനെ വിശ്വസിച്ചു എന്നുള്ളൊരു പാകപ്പിഴയാണോ, മുനീറിനെയൊക്കെ വിശ്വസിച്ചതെന്ന് പറയുന്ന ഒരു പാകപ്പിഴയാണോ ഇനിയിപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തെ കൊണ്ടുവന്ന് നിർത്തിയാൽ സംഭവിക്കുന്നത്? കാരണം ഈ പറയുന്നത് പോലെ ഹമാസിനെ ഇത്തരത്തിൽ ഇസ്രായേൽ പ്രയോഗിച്ചതാണ്. ആ പ്രയോഗം അസ്ഥാനത്തായതിനു ശേഷമാണ് നെതന്യാഹുവിന് അക്കിടി പറ്റിയത്. അവരുടെ കയ്യിൽ നിൽക്കാതാണ് ഹമാസ് വളർന്ന് പന്തലിച്ചത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പാകിസ്ഥാൻ സേനയെ അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇത് മറ്റൊരു തരത്തിലേക്ക് പോകാൻ സാധ്യതയില്ലേ? പിന്നെ അതുപോലെ തന്നെ ചേച്ചി ഒരു സംശയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഹമാസ് ഈ പറയുന്ന ഇവർ യാതൊരു തരത്തിൽ ഇവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു പദ്ധതി കൊണ്ടുവന്നു. ഇത്രയും 2023 തുടങ്ങിയതാണ്, 24 കഴിഞ്ഞു, 25 കഴിഞ്ഞു. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ ആദ്യമൊന്നും നമുക്കറിയാം ഇസ്രായേൽ യാതൊരു തരത്തിലും ചർച്ച എന്ന ഒരു വാക്കേ അവർ പറയാറില്ല. ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് ഇവരെ കൊണ്ടുവന്നു, അവരെയും കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോഴും അവർ ഈ പറയുന്ന പാലസ്തീൻ അതോറിറ്റി, അവരുടെ രാജ്യത്തുള്ള പാലസ്തീൻ അതോറിറ്റിക്കൊക്കെ ഇത് എങ്ങനെയും ഒന്ന് അവസാനിച്ചാൽ മതി
മതിയെന്നാണ്. പക്ഷേ ഇവിടെ ഈ കുറച്ച് പേര് ഈ ഭീകരവാദം ഇപ്പോഴും തുടരണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഈ ജനങ്ങളുടെ ഒരു നല്ല ജീവിതം സത്യം പറഞ്ഞാൽ നശിക്കുന്നത്. നമുക്കറിയാം ഇരുഭാഗത്താണെങ്കിലും ഇവിടെ പാലസ്തീനിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളടക്കം, നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, അതുപോലെ നല്ലൊരു ഭക്ഷണമില്ല. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും സങ്കടമാവും. പക്ഷേ ഈ പറയുന്ന ഇവർ ഹമാസ് ആണ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അവരെ ജീവിക്കാൻ അനുവദിക്കാത്തത്. നമ്മുടെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോഴും ഇസ്രായേലാണ് ഈ നരഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തകളൊക്കെ തന്നെ കൃത്യമായിട്ട് നമുക്കൊന്ന് ഫോളോ ചെയ്ത് മനസ്സിലാവും. കാരണം ഹമാസ് തന്നെയാണ്, അവർ തന്നെയാണ്. അല്ല, അതിപ്പോൾ പല രാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പം പലരും ചിന്തിക്കുന്ന യുവന്മാരെയൊക്കെ മുച്ചൂട് തകർത്താൽ മതിയായിരുന്നു, നെതന്യാഹുവിനെ ഈ പറഞ്ഞത് മാറ്റി നിർത്തണ്ടായിരുന്നു, അതങ്ങ് കണ്ടിന്യൂസ് ഇവരെ മൊത്തത്തിൽ അങ്ങ് തകർത്തിരുന്ന ഈ ഒരു പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. ഇവരിലെ കുമിള പോലെ വീണ്ടും വീണ്ടും പൊട്ടി പൊന്തി വരുന്നതാണ് വീണ്ടും വിഷയങ്ങളായിട്ട് വരുന്നത്. ഇതിപ്പോൾ ഒരു സ്വന്തം ജനത്തിൻ്റെ ജീവിതമോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ പട്ടിണിക്കിടാതെ അവരുടെ ജീവിതം ഒന്ന് കരകയറ്റണമെന്നൊന്നും അല്ല അവരുടെ ചിന്തകൾ വേറെ രീതിയിൽ. ഞങ്ങളുടെ രാഷ്ട്രം, ഞങ്ങളുടെ ഭരണം, ഞങ്ങൾ അധികാരത്തിലെത്തണം, ഞങ്ങൾക്ക് ലോകം പിടിക്കണം, എല്ലാ ഭീകരവാദികളും ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യമാണ്. എന്നാ ഒട്ടും നടക്കും അതുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ചാവേറുകളാണ്. അവർക്ക് അതൊന്നും മരണോ അല്ലെങ്കിൽ ജീവനോ ഒന്നും, അവർക്ക് അവരുടെ ജീവന് പോലും വിലയില്ല. പിന്നെ അവരെ നന്നാക്കാൻ പറ്റുമോ? പക്ഷെ ഇങ്ങനെയുള്ളവരെ നന്നാക്കാൻ പറ്റില്ല. ഈ പറയുന്നത് പോലെ ഇസ്രായേൽ സേന തിരിച്ചടിച്ച് ഹമാസിനെ മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇവരുടെയൊക്കെ പാളയത്തിൽ ചെന്ന് തിരിച്ചടിച്ച് കുറേശ്ശെ കൊല്ലുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ മറ്റേ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇവിടെ ഇസ്രായേലിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ഇപ്പോഴും ഗാസ മുനമ്പിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ ആശങ്കകളൊക്കെ നിലനിൽക്കുകയാണെങ്കിലും അവിടെ അതിനുള്ള നീക്കങ്ങൾ, ഗാസയുടെ ഒരു പുനർനിർമ്മാണം അവിടെ ആ സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ JD വാൻസ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഈ ഇസ്രായേലും ഹമാസ് ആണെങ്കിലും തമ്മിൽ പല രീതിയിലുള്ള ഈ പറയുന്ന ഒരു ധാരണ, സമാധാനത്തിനായുള്ള ധാരണ മുൻപും വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതൊക്കെ എപ്പോഴും ഒരു ദുർബലമായിട്ടാണ് എപ്പോഴും അവസാനിക്കാറുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഒരു താൽക്കാലികമായിട്ടാണെങ്കിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം നിയന്ത്രിക്കുന്നതിൽ ഇവയൊക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ്. അതായത് ഇപ്പോൾ വെടിനിർത്തൽ ഈ പറഞ്ഞ പോലെ അവിടെ ഈ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഏതൊക്കെ തരത്തിൽ ഒരു ആക്രമണവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണം ഉണ്ടായാലും ഗാസയുടെ ഈ ഒരു പുനർനിർമ്മാണം, അത് ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് അത് അവിടെ പാലിക്കും, അല്ലെങ്കിൽ അത് അവിടെ നടപ്പിലാകും. കാരണം അത് ട്രംപിനെ സംബന്ധിച്ച് അത് അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം എടുത്തിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. കാരണം പലയിടത്തും യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ മറ്റേ പല കോണുകൾ നടക്കുന്ന യുദ്ധം ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ അദ്ദേഹം എന്തായാലും നേരിട്ടിട്ട് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത് അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്രമണം തുടരുകയാണെങ്കിൽ കൂടി അവിടെ ഗാസയെ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ ഈ 20 ദിന സമാധാന പദ്ധതിയിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ലെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ JD വാൻസ് അടക്കം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും യുദ്ധം അവസാനിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ പോയിരിക്കുന്ന പാകിസ്ഥാൻ സേനയും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഹമാസിനെ ഒന്നുകിൽ മുച്ചൂട് തകർക്കും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കൂട്ടുകെട്ടായിട്ട് എല്ലാത്തിനും കൂടെ തീർക്കാൻ വീണ്ടും നെതന്യാഹു ഇറങ്ങേണ്ടി വരും. ഒരു രണ്ടാം കലിയുഗ വരദനായിട്ടൊക്കെ നെതന്യാഹു ഇറങ്ങുമോ എന്നുള്ളതൊക്കെ കാത്തിരിക്കാം. പക്ഷേ യുദ്ധം എന്നും മനുഷ്യന് ഭീതിയാണ്, ഭയമാണ്, വേദനയാണ്. ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളെ ഓർത്താണ്, ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ ഇടയിൽ കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ജനങ്ങളെ ഓർത്ത് എന്നും വേദനിക്കാനേ മറ്റുള്ളവർക്ക് പറ്റത്തുള്ളൂ. ഏതായാലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തട്ടെ. ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസിന്റെ ഈ ഒരു ആക്രമണം വീണ്ടും തിരിച്ചടിക്കാനുള്ള ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുകയാണോ എന്നുള്ളതാണ് വരുന്ന സൂചനകൾ. ഏതായാലും അത്തരത്തിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകാതെ തന്നെ എല്ലാ രാജ്യങ്ങളെയും കയ്യിൽ ഇവരുടെ ഒരു നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസകരം. ഏതായാലും സമാധാനം പുലരട്ടെ.